ഇന്ന് നമുക്ക് തമിഴിൽ റിലീസായ കുറ്றம் പുരന്തവൻ എന്ന ക്രൈം ത്രില്ലർ വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. മലയാളത്തിലെ ദൃശ്യം സിനിമ നമ്മളെ എത്രത്തോളം ഞെട്ടിച്ചോ അതുപോലെ തന്നെ ട്വിസ്റ്റ് നിറഞ്ഞൊരു വെബ് സീരീസ് ആണിത്. മുഴുവനായും 7 എപ്പിസോഡുണ്ട്. പാർട്ട് പാർട്ടായി വീഡിയോ ഇടുന്നതാണേ. ആദ്യത്തെ പാർട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാനും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത പാർട്ട് ഉടനെ ഇടുന്നതായിരിക്കും. മറക്കാതെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. കഥ തുടങ്ങുമ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിന് നിൽക്കുന്ന വൃദ്ധ ദമ്പതിമാരായ ഭാസ്കരനെയും ആനന്ദിയെയും കാണിക്കും. ഇവരോടൊപ്പം ഇവരുടെ ചെറുമകനുമുണ്ട്. ചെറുമകന് മരുന്ന് കൊടുക്കേണ്ട സമയമായതിനാൽ തന്നെ ഭാസ്കരൻ തന്റെ ചെറുമകനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അവരോടൊപ്പം അവരുടെ വളർത്തുനായായ ജാക്സനും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയില് ഭാസ്കരനോട് ചെറുമകൻ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഭാസ്കരൻ ഉത്തരമൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടാളും വീട്ടിലേക്ക് പോകുന്നതും. പോകുന്ന വഴിയിൽ വെച്ച് ഇവരുടെ അയൽവാസിയായിട്ടുള്ള സോളമനാണെങ്കിൽ കുടിച്ചു ബോധമില്ലാത്തതുപോലെ നടന്നു പോകുന്നത് കാണും. ഭാസ്കരനാണെങ്കിലോ ഒന്നും ചോദിക്കുന്നതുമില്ല. അങ്ങനെ ഭാസ്കരനും ചെറുമകനും വീട്ടിലേക്ക് എത്തുകയാണ്. ഏകദേശം 4 ഫാമിലികൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. അതിൽ 2ാമത്തെ നിലയിലാണ് ഭാസ്കരനും ഫാമിലിയും താമസിക്കുന്നതും. ഭാസ്കരൻ വീട്ടിലേക്ക് വന്ന് വളർത്തുനായ ജാക്സനെയും പുറത്ത് കെട്ടിയിട്ട് ഗുളിക കഴിക്കുവാനായും പോകുന്നുണ്ട്. ഭാസ്കരൻ അകത്തേക്ക് വന്ന് കൊച്ചുമകന് മരുന്ന് കൊടുത്തിട്ട് 2 അടിച്ചിട്ട് കിടക്കാമെന്നും കരുതും. വല്ലാതെ കുരിക്കുന്ന ജാക്സനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് കിടക്കാനായി പോകുന്നതും. അതേസമയം തന്നെയായിരുന്നു അവിടെ ഒരു 4 ഫാമിലികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഫാമിലി ആയിട്ടുള്ള സെൽവിയും ഭർത്താവും വീട്ടിലേക്ക് വരുന്നതും. അപ്പോഴേക്കും തറയിൽ വീണ് ബോധം വെച്ച് കിടക്കുന്ന സോളമനെ കാണുന്നു. സോളമന്റെ തലയിൽ നിന്നും ഒരുപാട് രക്തം വരുന്നുണ്ട്. അത് കണ്ട് വെപ്രാളപ്പെട്ട് സെൽവിയാണെങ്കിലോ സോളമന്റെ ഭാര്യയെ വിളിക്കുവാനായും പോകും. ഈ സോളമനും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. 4 കുടുംബങ്ങളിൽ ഒന്ന് സോളമന്റേതായിരുന്നു. എന്നാൽ എത്ര തന്നെ കതകം മുട്ടിയിട്ടും അവിടെ ആരും തുറക്കുന്നതേയില്ല. സോളമന്റെ ഭാര്യയായ എസ്തറും മകളായ മേരിയും അവിടെയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സെൽവി ഭാസ്കരനെ വന്ന് വിളിക്കും. ഭാസ്കരൻ താഴെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തലയിൽ നിന്നും ഒരുപാട് രക്തമൊക്കെ വാർന്ന് പൾസും വീക്കായി കിടക്കുന്ന സോളമനെയാണ്. സോളമനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം സംഭവ സ്ഥലത്തേക്ക് DSP എത്തുകയാണ്. DSPയുടെ വണ്ടി ഓടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ഗൗതം. ഈ ഗൗതമാണ് കഥാനായകൻ. വരുന്ന വഴിയിൽ വെച്ച് പോലീസ് ജീപ്പ് ചെറിയൊരു ചെളിക്കുണ്ടിൽ വീഴും. അതെങ്ങനെയൊക്കെ ഗൗതം ഇറങ്ങി തള്ളുകയാണ്. DSP ആണെങ്കിൽ ഒരുപാട് വഴക്കം പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഗൗതമിന്റെ ദേഹത്തേക്ക് ഒരുപാട് ചെളി തെറിക്കും. സാറേ, കഴുകുവാനിട്ട് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ കയ്യിൽ വെള്ളം ഇരുന്നിട്ട് പോലും DSP ആണെങ്കിൽ നീ പതുക്കെ കഴുകിയിട്ടൊക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ജീപ്പ് എടുത്ത് അവിടെ നിന്ന് പോകുന്നു. DSP എത്തുന്നതിന് മുൻപ് തന്നെ SIയും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ഇവരെല്ലാവരും അവിടെ വന്നതെന്തെന്നാൽ സോളമൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സോളമൻ അപകടപ്പെട്ട് കിടക്കുന്നത് ആദ്യമായിട്ട് കണ്ടത് സെൽവി ആയതിനാൽ സെൽവിയെ ചോദ്യം ചെയ്യും. സെൽവി ആണെങ്കിൽ കണ്ട കാര്യമൊക്കെ തുറന്നു പറയും. മാത്രമല്ല അതിനുശേഷം സെൽവി ഭാസ്കരനെയാണ് വിളിച്ചതെന്നും പറയുന്നു. അങ്ങനെ DSP ആണെങ്കിൽ ഭാസ്കരനെയും ചോദ്യം ചെയ്യുവാനായി വിളിക്കും. പക്ഷേ ഈ സോളമന്റെ ഭാര്യയായിട്ടുള്ള എസ്തറിനെയും മേരിയെയും കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം എസ്തറിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുവാനായിട്ടും DSP ഉത്തരവിടും. അങ്ങനെ ഭാസ്കരനോട് ഓരോ കാര്യങ്ങളുമൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭാസ്കരനാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് തുറന്നു പറയുവാനായി ആരംഭിച്ച സമയത്തായിരുന്നു എസ്തറിനെ കണ്ടുപിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്നതും. എസ്തർ ആണെങ്കിലോ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം എസ്തറിന്റെ മകളായിട്ടുള്ള മേരിയെ കാണുന്നില്ല. എന്റെ മേരി എവിടെ പോയി എന്ന് പറഞ്ഞാണ് എസ്തർ കരയുന്നതും. പക്ഷേ പോലീസുകാർക്കൊക്കെ നല്ല സംശയമുണ്ട്. ഈ സോളമൻ ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിച്ചതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. ഭാസ്കരനാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് പറയുവാനായും ആരംഭിച്ചു. ഭാസ്കരനാണെങ്കിൽ ചെറുമകനുമായിട്ട് ഉത്സവ സ്ഥലത്ത് നിന്ന് വരുന്ന വഴിയിൽ വെച്ച് സോളമനെ കണ്ടിരുന്നല്ലോ. സോളമനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നടന്നു പോവുകയായിരുന്നു. സോളമൻ പോയി കുറച്ചു കഴിഞ്ഞതും സോളമന്റെ മകളായിട്ടുള്ള മേരിയും പിന്നാലെ പോകുന്നത് കണ്ടു. നീ എന്തിനാ മോളെ ഈ രാത്രി ഇതുവഴി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പള്ളിയിൽ നിൽക്കുന്നുണ്ട്, അമ്മയെ എന്നോട് വരാനായി പറഞ്ഞതെന്നും മേരി പറയും. അത് കേട്ട DSP ഉടനെ തന്നെ എസ്തറിനോട് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ പള്ളിയിലായിരുന്നോ? അതിനവൾ അതേ എന്ന് മറുപടിയും പറയുന്നു. എന്തിനാ മേരിയോട് ഒറ്റയ്ക്ക് വരുവാനായി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എല്ലാ തവണയും എവിടെയെങ്കിലും പോകുമ്പോൾ അവളോടങ്ങ് വരാനായും പറയും. അവൾ അതുപോലെ തന്നെയാ പള്ളിയിൽ വരാമെന്ന് പറഞ്ഞു. ഈ രാത്രിയാണോ മകളോട് നിങ്ങൾ വരാനായി പറഞ്ഞത്? എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്തെല്ലാം അവളങ്ങ് വരാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇത്തവണയും ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലല്ലോ. എന്റെ മകൾ എവിടെ പോയി? അവളെ എനിക്ക് കണ്ടുപിടിച്ച് തരണം സാറേ, എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എസ്തർ പൊട്ടിക്കരയും. DSP ആണെങ്കിൽ മേരിയെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്നും എസ്തറിനോട് പറയുന്നു. ഈ സോളമനും സോളമന്റെ സഹോദരൻ തമ്മിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോളമന്റെ സഹോദരനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ടും DSP മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയും.
അതേസമയമായിരുന്നു ഭാസ്കരൻ തന്റെ ചെറുമകന് ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഭാര്യയും കൂട്ടി ചെറുമകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണ ഗർഭിണിയാണെങ്കിൽ പ്രസവ വേദന കാരണം കരയുന്നത് അവർ കാണുന്നു. ആ പെൺകുട്ടിക്ക് രക്തവും ആവശ്യമാണ്. അത് കണ്ട് അവരവരുടെ മകളെ പറ്റി ആലോചിക്കും. ഭാസ്കരന്റെ മകളും ഇതുപോലെ പ്രസവത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ബ്ലഡ് വേണമെന്നൊക്കെ പറഞ്ഞു. അവസാനം ബ്ലഡും എത്തിച്ചു കൊടുത്തു. എന്നാൽ പ്രസവത്തിൽ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ ജനിച്ച കുഞ്ഞിനെയാണ് ഇപ്പോൾ ഭാസ്കരനും ആനന്ദിയും നന്നായിട്ട് വളർത്തുന്നതും. അതെല്ലാം ആലോചിച്ചിരിക്കുകയാണ് ഭാസ്കരൻ. ആ പെൺകുട്ടിക്ക് ബ്ലഡ് കൊടുത്താൽ എന്തെന്നൊക്കെ ഭാസ്കരൻ ചിന്തിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഭാസ്കറിനെയും ഫാമിലിയെയും കുറിച്ച് ഹൗസ് ഓണറിനോട് വന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ ഹൗസ് ഓണർ പറയുന്നത് വളരെ നല്ല കുടുംബമാ, ആർക്കും ഒരു ശല്യവുമില്ല, അവർ പാവമാ. ഈ മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്ന ജോലിയായിരുന്നു ഭാസ്കരന്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്ക് എന്ത് അസുഖം വന്നാലും ഭാസ്കരൻ തന്നെയാ മരുന്നൊക്കെ എടുത്തു തരുന്നതും. വളരെ നല്ല മനുഷ്യനാണെന്നും ഹൗസ് ഓണർ പറയുന്നു. മേരിയുടെ ഫോട്ടോ ഓരോരുത്തരെയും കാണിച്ചിട്ട് ഈ കുട്ടിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും തന്നെ അവളെ കണ്ടിട്ടേയില്ല. എന്നാൽ മേരി കാണാതാകുന്നതിന് മുൻപ് തന്നെ 2 പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട്. ആ കുട്ടികളെ കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയില്ല. അതിലൊരു കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് ഞങ്ങളുടെ മകളെയോ നിങ്ങൾക്ക് കണ്ടെത്താനായില്ല, പക്ഷേ ഈ കുഞ്ഞിനെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കണമെന്നും അവർ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഗൗതമിനെ കൊണ്ട് DSP വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. വണ്ടി കഴുകിക്കുന്നു, DSPയുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കാര്യം വാങ്ങണമെങ്കിൽ കടയിൽ പറഞ്ഞു വിടുന്നു, തുണി വാരിക്കുന്നു, അങ്ങനെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും. ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ഗൗതം അതൊക്കെ ചെയ്യുന്നത്. കാരണം ഗൗതം ഇതിനു മുൻപ് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പണിഷ്മെന്റ് ആയിട്ടാണ് ഗൗതം ഇപ്പോൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എന്ത് തെറ്റാണ് ഗൗതം ചെയ്തെന്ന് ഇപ്പോഴേക്കും കാണിക്കുന്നതേയില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഭാസ്കരനെയും ആനന്ദിയുമാണ്. അവർ ഡോക്ടറിനെ കാണുവാനായും എത്തുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ഒരു ഓപ്പറേഷൻ എത്രയും വേഗം കൊച്ചുമകന് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാശൊന്നും സെറ്റ് ആകാത്തത് കൊണ്ടാണ് ഇപ്പോഴേക്കും ഓപ്പറേഷൻ ആണെങ്കിൽ നീണ്ടുപൊയ്ക്കൊണ്ടേയിരിക്കുന്നതും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെച്ച് ലേറ്റ് ആക്കുന്നത്? ഇപ്പോൾ ചെറിയ ചെറിയ മയക്കമേ വരുന്നുള്ളൂ. ഇനി ഇതിലും വലുത് സംഭവിക്കുന്നതിന് മുൻപായിട്ട് ഓപ്പറേഷൻ നടത്തണം. കാശ് എത്രയും വേഗം അറേഞ്ച് ചെയ്യണമെന്നും ഭാസ്കരനോട് പറയുന്നുണ്ട്. ഭാസ്കരൻ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ നടത്താതെ വെയിറ്റ് ചെയ്യുന്നതെന്നാൽ ഭാസ്കരനാണെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരനായതുകൊണ്ട് തന്നെ ഇന്നാണ് ഭാസ്കരന്റെ അവസാനത്തെ ഡ്യൂട്ടി ദിവസം. റിട്ടയർ ആയി കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും. ആ കാശ് വെച്ച് ഓപ്പറേഷൻ നടത്താമല്ലോ എന്നാണ് ഭാസ്കരൻ ചിന്തിക്കുന്നതും. ആ ഒരു കാര്യം ഡോക്ടറിനോടും പറയുന്നുണ്ട്. കൊച്ചുമകനെ നന്നായിട്ട് കെയർ ചെയ്യണമെന്നും പ്രത്യേകം ഡോക്ടർ പറഞ്ഞുവിടും. എന്നാൽ കൊച്ചുമകനാണെങ്കിൽ ആനന്ദിയോട് ചോദിക്കുന്നുണ്ട്, മേരി എവിടെ പോയി? മേരിയെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ആനന്ദി മേരിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നതും. മേരിയും ആനന്ദിയുടെ കൊച്ചുമകനും എപ്പോഴും ഒരുമിച്ചാണ് കളിക്കാൻ പോകാറുള്ളതും. അതുകൊണ്ട് തന്നെ മേരി എപ്പോഴും അവരുടെ വീട്ടിൽ വരുന്നതും പതിവായിരുന്നു. അതൊക്കെ ആലോചിച്ച് മേരിയെക്കുറിച്ച് ചിന്തിച്ച് ആനന്ദി സങ്കടപ്പെടുകയാണ്. സത്യത്തിൽ ഈ സോളമനും എസ്തറും പിരിഞ്ഞാണ് താമസിക്കുന്നതും. എസ്തറിനൊപ്പമാണ് മകൾ മേരിയുള്ളതും. എന്നാൽ ഈ സോളമന് മേരി എന്ന് വെച്ചാൽ ജീവനാ. മകളെ എപ്പോഴും സോളമൻ കാണാനും ശ്രമിക്കാറുണ്ട്. മകളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എസ്തർ. സോളമന്റെ ചേട്ടനായ വെങ്കടിനെ പോലീസുകാർക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെ വെങ്കടിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് പോലീസുകാർ. വെങ്കടിന്റെ വീട്ടില് ഭാര്യയും ഒരു മകനുമാണുള്ളത്. വെങ്കടിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ജോലി സംബന്ധമായി പുറത്തു പോയെന്നും കുറച്ചു ദിവസമായി ഇവിടെ ഇല്ലെന്നാണ് ഭാര്യ പറഞ്ഞതും. എന്നാൽ സോളമനെ കൊന്നിട്ട് അവൻ നാടുവിട്ടതാണോ എന്നും പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ലെന്നാണ് ഭാര്യ പറയുന്നതും. മേരിയെ കാണാതാകുന്നതിന് മുൻപ് 2 പെൺകുട്ടികൾ കാണാതെ പോയെന്ന് പറഞ്ഞില്ലേ? അതിലൊരു പെൺകുട്ടിയുടെ വീട്ടില്, അതും അവൾ കാണാതാകുന്നതിന് മുൻപ് ഈ വെങ്കടി ജോലിക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് പെൺകുട്ടിയെ കാണാതായതും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെയൊക്കെ തിരോധാനത്തിലും സോളമന്റെ മരണത്തിലും മേരിയെ കാണാതായതിലുമൊക്കെ വെങ്കടിനെ തന്നെയാണ് അവർ പൂർണ്ണമായും സംശയിക്കുന്നതും. മറ്റൊരു വശത്ത് സോളമന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുന്നു. ഫാദർ എത്തി ചടങ്ങുകളൊക്കെ നടത്തി കൊടുക്കുന്നുമുണ്ട്. എന്നാൽ എസ്തർ ആണെങ്കിൽ മേരിയെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത സങ്കടത്തിലും. ഉടനെ തന്നെ എസ്തർ നേരെ പോകുന്നത് ഗൗതമിന്റെ വീട്ടിലേക്കാണ്. ഗൗതമിന്റെ വീട്ടില് ഗൗതമിന്റെ ഭാര്യയും മകളുമാണുള്ളത്. മേരിയെക്കുറിച്ചൊക്കെ എസ്തർ ചോദിക്കുന്നുമുണ്ട്. എന്തിനാണ് എസ്തർ അവിടെ എത്തിയതെന്നാൽ സത്യത്തിലെ മേരിയും ഗൗതമിന്റെ മകളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നതും. അവർ 2 പേരും കൂട്ടുകാരാണ്. മേരിയെക്കുറിച്ച് വല്ലതും അറിയാമോ, മേരി എവിടെയാണെന്നൊക്കെ എസ്തർ ചോദിച്ച് കരയും. അതൊക്കെ കണ്ട് മകൾ വല്ലാതെ ഷോക്കായി നിൽക്കുന്നത് മനസ്സിലായ അമ്മയാണെങ്കിലോ, മേരിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇവിടെ നിന്ന് പോകുവാനായും പറഞ്ഞ് എസ്തറിനെ അവിടെ നിന്നും പറഞ്ഞുവിടും. ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഗൗതമിന്റെ മകൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അന്നേ ദിവസം ആ കുട്ടിയുടെ പിറന്നാളുമായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഭാസ്കരന്റെ റിട്ടയർമെന്റ് ചടങ്ങുമൊക്കെ നടക്കുന്നുണ്ട്. മകളുടെ പിറന്നാളായതുകൊണ്ട് തന്നെ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാമെന്ന് ഗൗതം മകൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോയതും. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴോ ഒരുപാട് ലേറ്റായി പോയി. ലേറ്റായാണ് വീട്ടിലേക്ക് വന്നതും.
സങ്കടപ്പെട്ടിരിക്കുന്ന മകളെ ഒരുപാട് ആശ്വസിപ്പിക്കും. ഞാനിന്ന് ലേറ്റായിപ്പോയി, എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്നും പറയും. മകളും അച്ഛനോട് ക്ഷമിക്കും. എന്നിട്ട് മകൾ ഒരു കാര്യം കൂടി അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛാ, എന്റെ കൂട്ടുകാരിയെ മേരിയെ കാണുന്നില്ല. അവളുടെ അമ്മ ഇന്നിവിടെ വന്നിരുന്നു. അച്ഛൻ തന്നെ മേരിയെ എത്രയും വേഗം കണ്ടെത്തണമെന്നും മകൾ പറയുന്നു. മകൾ കരുതിയിരിക്കുന്നത് ഗൗതമൻ അവിടെ എന്തോ വലിയ ജോലിയാണെന്നും വലിയ ഓഫീസറാണെന്നൊക്കെയാ. പക്ഷെ ഗൗതമിനവിടെ അടിമപ്പണിയാണെന്ന് ഗൗതമിന് മാത്രമല്ലേ അറിയൂ. മേരി അച്ഛൻ തന്നെ കണ്ടെത്താമെന്നും ഗൗതം മകൾക്ക് വാക്കുകൊടുക്കും. ഗൗതം തന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് സങ്കടപ്പെട്ട് തന്റെ പഴയ പൊസിഷൻ തിരികെ തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് എഴുതുകയാണ്. അത് കാണുന്ന കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നീ നിന്റെ സമയം വെറുതെ കളയാതെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ ഗൗതം കുറെ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഗൗതമിനോട് കോടതിയിൽ കൊണ്ടുപോകുവാനായിട്ട് ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചിരുന്നു. അവളെ സുരക്ഷിതമായിട്ട് കോടതിയിൽ എത്തിക്കണമെന്നും ഗൗതമിനോട് പ്രത്യേകം പറഞ്ഞതാ. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് ആ പെൺകുട്ടിയെ ആരോ വന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. അതോടുകൂടിയാണ് ഗൗതം ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണമായതെന്നും ഗൗതം ആ ചിന്തിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാകും. ആ സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന ഭാസ്കറിനെയാണ്. സോളമൻ മരിച്ച ദിവസം നടന്ന കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റായി എഴുതി കൊടുക്കുവാനായിട്ടാണ് ഭാസ്കരൻ എത്തിയിരിക്കുന്നതും. സോളമൻ അതിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിച്ചതാണ്. പക്ഷേ നിങ്ങളൊരു ശബ്ദം പോലും അന്ന് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടാ അന്ന് ഉറങ്ങുവാനായി കിടന്നതെന്നും ഭാസ്കരൻ പറയും. കൂടാതെ ഒരു കാര്യം കൂടി ഭാസ്കരൻ പറയുന്നുണ്ട്. അന്ന് സോളമൻ നടന്നു പോകുന്ന സമയത്ത് സോളമന് പിന്നാലെ ആരോ ഉള്ളതുപോലെ തനിക്ക് തോന്നി. അവിടെ ആരോ മറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ കണ്ടിരുന്നുവെന്നും ഭാസ്കരൻ പറയുന്നു. ആ ഒരു കാര്യം കൂടി സ്റ്റേറ്റ്മെന്റിൽ എഴുതുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് ഭാസ്കറിന്റെ മാനന്ദിയും നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. ഞാനൊന്ന് പോയി എസ്തറിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആനന്ദി എസ്തറിനെ കാണുവാനായും പോകും. അതേസമയം ഭാസ്കർ വീടിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് നേരെ പോകുന്നത് ഫ്രിഡ്ജിനടുത്തേക്കും. ഫ്രിഡ്ജിന്റെ ചാവിയെടുത്ത് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഫ്രിഡ്ജിനുള്ളിൽ മരണപ്പെട്ട് ഫ്രീസായി മേരി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഭാസ്കർ ഉറങ്ങുകയായിരുന്ന ആനന്ദിക്കടുത്തെത്തി ആനന്ദിയെ വിളിച്ചുണർത്തും. എന്നിട്ട് ആനന്ദിയോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അന്നേ ദിവസം എന്താണ് നടന്നതെന്ന് സങ്കടത്തോടെ ഭാര്യയോട് തുറന്നു പറയുകയാണ്. അന്ന് സത്യത്തിൽ ഭാസ്കർ മേരിയെയും സോളമനെയും കണ്ടു എന്ന് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാൽ വീട്ടിലെത്തി ചെറുമകന് മരുന്നും കൊടുത്ത് രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ടൊന്ന് കിടക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഭാസ്കർ. അപ്പോഴേക്കും ആരോ വന്ന് കതകിൽ തട്ടും. കതക് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബോധമില്ലാത്ത മേരിയെ കയ്യിലെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സോളമനെയാണ്. മേരിയെ ആരോ ക്രൂരമായി റേപ്പ് ചെയ്തു. അവളെ എത്രയും വേഗം ഫസ്റ്റ് എയ്ഡ് ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാണ് സോളമൻ കരയുന്നത്. അയ്യോ, എനിക്കതിന് കഴിയില്ല. ഫസ്റ്റ് എയ്ഡ് ചെയ്യണമെങ്കിൽ തന്നെ ഏതെങ്കിലും ലേഡി ഡോക്ടറോ അല്ലെങ്കിൽ ലേഡി നഴ്സോ പോലീസോ കൂടെ വേണം, അല്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാകുമെന്നും ഭാസ്കരൻ പറയുന്നു. പക്ഷേ സോളമൻ പറയുന്നത്, എങ്ങനെയെങ്കിലും അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ പോയി ഏതെങ്കിലും സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞിട്ട് സോളമൻ അവിടെ നിന്നും പുറത്തേക്ക് പോകും. എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടാണ് സോളമൻ ശ്രമിക്കുന്നതും. അപ്പോഴേക്കും ഭാസ്കരനാണെങ്കിലോ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടും രക്ഷയില്ല. ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ആരോ ക്രൂരമായിട്ടാണ് അവളെ റേപ്പ് ചെയ്തതും. കൂടാതെ അവളുടെ ചെവിയിൽ നിന്നും ബ്ലഡ് വരുന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീകളെയും അവിടെയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ തിരികെ വരുന്ന സോളമനോട് മേരി മരണപ്പെട്ടു പോയ കാര്യം ഭാസ്കരൻ പറയും. അത് കേട്ട് സഹിക്കാനാകാത്ത സോളമനാണെങ്കിൽ മുകളിൽ നിന്നും താഴേക്കെടുത്ത് ചാടി. ഉടനെ തന്നെ ഭാസ്കരൻ ചെന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരുപാട് രക്തമൊക്കെ വാർന്നു കിടക്കുന്ന സോളമനെയാണ്. സോളമന് ജീവനുണ്ടോ എന്നൊക്കെ നോക്കുന്ന സമയത്തായിരുന്നു സെൽവി അവിടേക്ക് വരുന്നതും. അതോടുകൂടി പേടിച്ച ഭാസ്കരൻ ഉടനെ തന്നെ റൂമിൽ പോയി കതകടയ്ക്കും. ഭാസ്കരന്റെ ദേഹം മുഴുവൻ രക്തമായിരുന്നു. മാത്രവുമല്ല മരണപ്പെട്ടു പോയ മേരിയും അവിടെയുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഭാസ്കരനാണെങ്കിൽ ഉടനെ തന്നെ തന്റെ ഷർട്ടൊക്കെ മാറ്റി അവിടെയുണ്ടായിരുന്ന ബ്ലഡൊക്കെ തുടച്ചു കളഞ്ഞിട്ട് മേരിയുടെ ഡെഡ് ബോഡി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജ് പൂട്ടുകയും ചെയ്തു. സെൽവി വന്ന് വിളിക്കുന്ന സമയം ഭാസ്കരൻ ഒരുപാട് ലേറ്റായാണ് കഥക്ക് തുറക്കുന്നെങ്കിലും ഒരുപാട് ഉറങ്ങിപ്പോയെന്ന് കാണിക്കുവാൻ വേണ്ടിയൊക്കെ ഭാസ്കരൻ അഭിനയിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ടാണ് താഴേക്ക് ഇറങ്ങി വന്നതും. ഈ കാര്യങ്ങളെല്ലാം ആനന്ദിയോട് പറഞ്ഞിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന മേരിയുടെ ഡെഡ് ബോഡിയും കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ആനന്ദി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് ആനന്ദിക്കും ഭാസ്കരനും. നമുക്ക് ഈ ഒരു കാര്യം നടന്നതുപോലെ എസ്തറിനോട് പറഞ്ഞാലോ എന്ന് ആനന്ദി ചോദിക്കുമ്പോൾ, ആര് വിശ്വസിക്കാനാ? ഫസ്റ്റ് എയ്ഡ് കൊടുത്തത് തന്നെ തെറ്റാ, അങ്ങനെ പോലും ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഇതെല്ലാം പുറത്തു വന്നാൽ ഞാനേ കുറ്റക്കാരനാകൂ. റിട്ടയർമെന്റ് സമയത്ത് ഇങ്ങനെ വല്ല കേസും എന്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് കാശും എന്റെ കയ്യിൽ കിട്ടില്ല.
റിട്ടയർമെന്റ് കാശ് കയ്യിൽ കിട്ടട്ടെ, ഓപ്പറേഷനും കഴിയട്ടെ. അതുവരെ ഈ ഒരു ഡെഡ് ബോഡി നമുക്ക് എവിടെയെങ്കിലും ഒളിപ്പിക്കണം. ഒന്നുകിൽ നമുക്ക് തന്നെ ഡിസ്പോസ് ചെയ്യാം. അതുവരെ എങ്ങനെയെങ്കിലും ഇത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ഓപ്പറേഷനേ നടക്കില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് തന്നെ വെറുതെ ആയി പോവും. ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന്റെ ഓപ്പറേഷനും കഴിഞ്ഞ് ഞാൻ തന്നെ വന്ന് കീഴടങ്ങാം. നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോലീസിനോട് തുറന്നു പറയാമെന്നും ഭാസ്കരൻ പറയുന്നു. ആകെ അവർ പണി കിട്ടിയ അവസ്ഥയിലിരിക്കുകയാണ്. മറ്റൊരു വശത്ത് പോലീസുകാരാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ നാട്ടിലെ അമ്പലത്തിലെ ഓരോ വർഷവും ഉത്സവം നടക്കുന്ന സമയത്താണ് ഓരോ പെൺകുട്ടികളായിട്ട് കാണാതെ പോകുന്നതും. അതും മൈനറായിട്ടുള്ള പെൺകുട്ടികളാണ് മിസ്സാകുന്നതും. ആദ്യത്തെ പെൺകുട്ടി പവിത്ര. അവളെക്കുറിച്ച് ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്താനായില്ല. രണ്ടാമത്തെ പെൺകുട്ടി രേണു. മൂന്നാമത്തെ പെൺകുട്ടി മേരി. ഇവർ 3 പേരും കാണാതായിരിക്കുന്നതും ഉത്സവ ദിവസം തന്നെയാണ്. എന്നാൽ ഈ രേണുവിന്റെ വീട്ടില് ആ കുട്ടിയെ കാണാതെ പോകുന്നതിന് മുൻപ് വെങ്കട് ജോലി ചെയ്തിട്ടുണ്ട് എന്നൊരു ക്ലൂ മാത്രമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നതും. ഇപ്പോൾ തന്നെ 3 പെൺകുട്ടികളെ കാണാതായി. ഇനി ഒരാൾ കൂടി കാണാതാകുന്നതിന് മുൻപ് പ്രതിയെ കണ്ടെത്തണമെന്നും പോലീസുകാർ തീരുമാനിക്കുന്നു. ഇവരിതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു വെങ്കടിന്റെ ഫോൺ ഓണായി എന്നൊരു കോൾ പോലീസുകാർക്ക് വരുന്നതും. ഫോൺ ഓണായ അതേ ലൊക്കേഷനിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥനും ഗൗതവും ഒക്കെ പോകും. ഗൗതമാണ് പോലീസ് ജീപ്പ് ഓടിക്കുന്നതും. മറ്റൊരു ടീം വെങ്കടിന്റെ വീട്ടിലേക്ക് പോകുന്നു. വെങ്കട് വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് പോയതും. പക്ഷേ വെങ്കട് ഭാര്യയെ വിളിച്ചിട്ടില്ല. എന്നാൽ കറണ്ട് ലൊക്കേഷൻ ഈ പരിസരമൊക്കെയാണല്ലോ കാണിക്കുന്നതെന്നും പോലീസുകാരൻ ചോദിക്കുന്നു. എന്നെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും മദ്യപിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകാറുണ്ട്. ഇനി അവിടെ വന്നോ എന്നൊന്നും എനിക്കറിയില്ല എന്നും ഭാര്യ പറയുന്നു. ആ ഒരു സ്ഥലം മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉടനെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കും. ഉയർന്ന ഉദ്യോഗസ്ഥനും ഗൗതമും കൂടി അവിടേക്ക് തന്നെ പോവുകയാണ്. അതൊരു വെളിച്ചമൊന്നുമില്ലാത്ത വിജനമായ പ്രദേശമായിരുന്നു. നമ്മളെ കണ്ട ഉടൻ അവൻ മിക്കവാറും ഒളിച്ചു കാണുമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയും. അവരവരുടെ കയ്യിലുള്ള ടോർച്ചും എടുത്ത് അവിടെ മാകെ അന്വേഷിക്കുവാനായും ആരംഭിച്ചു. എന്നാൽ ഒരു സ്ഥലത്തു നിന്നും വല്ലാതെ പുക ഉയരുന്നത് അവർ ശ്രദ്ധിക്കും. പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തൊക്കെയോ ഡ്രസ്സൊക്കെ വാരി കത്തിച്ചിരിക്കുകയാണ്. അതേതോ പെൺകുട്ടിയുടെ ഡ്രസ്സാ. മാത്രമല്ല ഒരു ജെട്ടിയും പകുതി കരിഞ്ഞ നിലയിൽ കിട്ടുന്നു. ആ ജെട്ടി മുഴുവൻ ബ്ലഡ് പറ്റിയിരിക്കുന്നതായിട്ടും ഗൗതം ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് വീടിന് പുറത്തായി സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭാസ്കറിനെയും ആനന്ദിയുമാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ പുറത്തേക്ക് വന്ന എസ്തർ ആണെങ്കിൽ മേരിയെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യല്ലോ. അവളെ കണ്ടു കിട്ടുമോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ തന്റെ സങ്കടം ഭാസ്കറിനോട് പറയുന്നു. പോലീസുകാർ കേസ് അന്വേഷിക്കുകയല്ലേ, അവളെ കണ്ടുകിട്ടും, നീ സങ്കടപ്പെടാതിരിയെന്നും ഭാസ്കർ അവളെ ആശ്വസിപ്പിക്കും. ഒരിക്കലും മേരിയെ ജീവനോടെ കിട്ടില്ല എന്നുള്ള കാര്യം ഭാസ്കറിന് ഉറപ്പുള്ള കാര്യമാണല്ലോ. അതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് കേട്ടുകൊണ്ട് ആനന്ദി പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നതും. അതേസമയമായിരുന്നു എസ്തറിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടും പോലീസുകാർ എത്തിയതും. എസ്തറിനെ അവർ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആ കത്തിക്കരിഞ്ഞ കുറെ ഡ്രസ്സുകൾ കിട്ടിയല്ലോ, അതെല്ലാം കൊണ്ടുവന്ന് എസ്തറിനെ കാണിക്കുകയാണ്. ഇത് നിങ്ങളുടെ മകളുടേതാണെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് എസ്തർ കരയുവാനായും ആരംഭിച്ചു. മാത്രമല്ല പാൻറ്റീസിൽ മുഴുവൻ ബ്ലഡ് ഇരിക്കുന്നതും എസ്തർ കണ്ടല്ലോ. അയ്യോ, ഇതിൽ നിറയെ ബ്ലഡ് ആണല്ലോ, എന്റെ മകൾക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് എസ്തർ പൊട്ടിക്കരയുന്നു. എസ്തറിനെ ആകെ കൂടി അറിയാവുന്നത് ഗൗതമിനെയാണല്ലോ. സാറേ, എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാണ് എസ്തർ ഗൗതമിനെ നോക്കി കരയുന്നതും. ഗൗതമാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് വീട്ടിൽ നിൽക്കുകയായിരുന്ന ഭാസ്കരനെ കാണിക്കും. ഭാസ്കറിന്റെ വീടിന്റെ പരിസരത്തായിട്ട് ചെറിയ വിജനമായൊരു സ്ഥലമുണ്ട്. അവിടെ കൂടി ആരോ നടന്നു പോകുന്നതായിട്ട് ഭാസ്കരൻ കാണും. ലൈറ്റൊക്കെ അടിച്ചു നോക്കിയിട്ടും ആരെയും കാണുന്നതേയില്ല. ഉടനെ തന്നെ തന്റെ വളർത്തുനായയും എടുത്തുകൊണ്ട് അവിടെ പോയി അന്വേഷിക്കുവാനായിട്ടും ഭാസ്കരൻ തീരുമാനിക്കുന്നു. പക്ഷെ ആരെയും തന്നെ അവിടെ കാണുന്നതേയില്ല. മറ്റൊരു വശത്ത് വെങ്കടാണെങ്കിൽ തന്റെ ഭാര്യയും മകനെയും കാണുവാനായിട്ട് വീട്ടിലേക്ക് വരും. വെങ്കടിനെ പിടികൂടുവാനായിട്ട് ഏത് നിമിഷവും റെഡിയായി അവിടെയായിട്ട് പോലീസുകാരും ഉണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് വെങ്കട് വീട്ടിലേക്ക് വന്നതും. വെങ്കടിനെ കണ്ടതും പോലീസുകാരെല്ലാവരും ചാടി വീഴുവാനായും തുടങ്ങി. അത് മനസ്സിലാക്കിയ വെങ്കടാണെങ്കിൽ ഓടി രക്ഷപ്പെടുവാനായി ശ്രമിക്കുമെങ്കിലും പല വശത്തു നിന്നും പോലീസുകാർ വന്നതുകൊണ്ട് തന്നെ അവർ വെങ്കടിനെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഭാസ്കരൻ എങ്ങനെയെങ്കിലും ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്. ഭാര്യയോടും ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതേ സമയത്തായിരുന്നു ഭാസ്കറിനെ സീനിയർ ഉദ്യോഗസ്ഥൻ വിളിക്കുന്നതും. റിട്ടയർമെന്റ് ഫണ്ട് കിട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നതും. ഭാസ്കരൻ അതുകൊണ്ട് തന്നെ അവിടേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ആനന്ദിക്കാണെങ്കിൽ വീട്ടിലിരിക്കുന്നത് തന്നെ വല്ലാത്ത ഭയവും. അതേസമയമായിരുന്നു ആരോ കതകിൽ മുട്ടുന്നതും. ആനന്ദി ചെന്ന് കതക് തുറക്കുന്നുമുണ്ട്. ആരാണ് വന്നതെന്ന് അപ്പോൾ നമ്മളെ കാണിക്കുന്നതേയില്ല. അതിനുശേഷം കാണിക്കുന്നത് തന്റെ സീനിയർ ഉദ്യോഗസ്ഥനെ കാണുവാൻ എത്തിയിരിക്കുന്ന ഭാസ്കരനെയാണ്.
ഭാസ്കരനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള ഫണ്ട് എത്രയും വേഗം വരും, അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാളാണെങ്കിലോ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഫണ്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി. അതുകൊണ്ടൊരു 3 വർഷം വരെ ഫണ്ട് പിടിച്ചു വെച്ചിരുന്നു. നിങ്ങൾ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളുടെ കൊച്ചുമകന്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്നും ആ ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകം പറയുന്നുണ്ട്. തന്റെ ഈ ഒരു പ്രശ്നം വല്ലതും പുറത്തു വന്നാൽ എന്താകുമെന്നുള്ള ടെൻഷനായിരുന്നു അപ്പോഴേക്കും ഭാസ്കരനും. എന്നാൽ മറ്റൊരു വശത്ത് ആനന്ദിയെ കാണുവാനായിട്ട് വീട്ടിലേക്ക് എത്തിയത് മറ്റാരുമല്ല, കാണാതായ ഒരു പെൺകുട്ടിയുണ്ടല്ലോ പവിത്ര, അവളുടെ അച്ഛനും അമ്മയുമായിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഭാസ്കരൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് മേരിയെ കാണാതായ ദിവസം അവിടെ ആരോ ഒളിച്ചിരുന്നത് പോലെ ഭാസ്കരൻ കണ്ടുവെന്ന് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയായിരുന്നല്ലോ. ആരെയാണ് കണ്ടതെന്ന് ഭാസ്കരന് വല്ല ഓർമ്മയുമുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരുന്നത്. എന്നാൽ ആരെയാണെന്ന് ഭാസ്കരന് ഓർമ്മയില്ല എന്നും ആനന്ദി പറയുന്നുണ്ട്. അതേസമയമായിരുന്നു DSPയുടെ വീട്ടിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് ഗൗതം കടയിലേക്ക് എത്തിയതും. അതേ കടയിൽ തന്നെയാണ് ഭാസ്കരൻ നിൽക്കുന്നത്. പക്ഷേ ഭാസ്കരനാണെങ്കിൽ കത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്. അത് കാണുന്ന ഗൗതം ഇയാൾ എന്തിനാ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നതെന്ന് സംശയത്തോടു കൂടി ഭാസ്കരനെ നോക്കുകയും ചെയ്യും. ഗൗതം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ കൂളായിട്ടാണ് ആ സാധനങ്ങളൊക്കെ വാങ്ങി ഭാസ്കരൻ വീട്ടിലേക്ക് പോകുന്നതും. വീട്ടിലെത്തുന്ന സമയത്ത് പവിത്രയുടെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത് ഭാസ്കരൻ കാണും. ഭാസ്കരനെ കണ്ടതും അന്നേ ദിവസം നിങ്ങൾ ആരെയാ ഇരുട്ടത്ത് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇരുട്ടായതുകൊണ്ട് എനിക്ക് മുഖമൊന്നും വ്യക്തമായില്ല എന്നായിരുന്നു ഭാസ്കരന്റെ മറുപടിയും. കൂടാതെ ഇനി ഇവിടേക്ക് വരരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഭാസ്കരൻ പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവർ പോയ ഉടനെ തന്നെ ഭാസ്കരൻ വന്ന് ആനന്ദിയെ ഒരുപാട് വഴക്ക് പറയും. നീ എന്തിനാ അവരെ അകത്ത് കയറ്റി സംസാരിപ്പിച്ചത്? ഇത് വല്ലതും അവർ കണ്ടിരുന്നുവെങ്കിൽ എന്താകും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാണ് ഭാസ്കരൻ ആനന്ദിയോട് ചൂടാകുന്നതും. മറ്റൊരു വശത്ത് പോലീസുകാരാണെങ്കിൽ വെങ്കടിനെ അടിച്ച് ചോദ്യം ചെയ്യുകയാണ്. നീയല്ലേ ആ 3 പെൺകുട്ടികളെയും കടത്തിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞത്? നീയല്ലേ സോളമനെ കൊന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആ ദിവസങ്ങളിലൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നാണ് വെങ്കട് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡ്രസ്സൊക്കെ കത്തിച്ചു കളഞ്ഞത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെയാ ഡ്രസ്സൊക്കെ കത്തിച്ചു കളഞ്ഞത്. പക്ഷേ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ചെറിയ വസ്തുതർക്കമുണ്ടായിരുന്നു. എൻ്റെ സഹോദരന്റെ സ്വത്ത് കൂടി എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് മാജിക് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞത് ആർക്കെതിരായിട്ടാണോ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് അവരുടെയൊക്കെ അടിവസ്ത്രങ്ങൾ കൊണ്ടുവന്ന് കത്തിച്ച് കളയണമെന്നായിരുന്നു. അതാ ഞാൻ ചെയ്തതെന്നും വെങ്കട് പറയും. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ അടിവസ്ത്രത്തിൽ ബ്ലഡ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ രക്തം തന്നെയാ, എന്റെ തന്നെ രക്തം അവരുടെ അടിവസ്ത്രത്തിൽ പുരട്ടണമെന്നുണ്ടായിരുന്നു. അതാ ഞാൻ ചെയ്തത്, അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് തന്നെ വെങ്കട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ടുന്ന SI DSPയോട് ചോദിക്കും, എങ്കിൽ ഇവന്റെ പേരിൽ നമുക്ക് ഈ ഒരു കേസ് ക്ലോസ് ചെയ്ത് കളഞ്ഞാലോ? അതിന് മറുപടിയായിട്ട് DSP പറയുന്നത്, അതെങ്ങനെ ശരിയാകും? അവന്റെ പേരിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. മാത്രമല്ല ഈ പെൺകുട്ടികളൊന്നും കാണാതാകുന്ന ദിവസവും മേരി കാണാതായ ദിവസവും സോളമൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ദിവസവും ഈ വെങ്കട് നാട്ടിലേ ഇല്ല. അതുകൊണ്ട് ഇതിനു പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്തണമെന്നും DSP പറയുന്നു. ഭാസ്കരൻ വീട്ടിലേക്ക് എത്തുന്ന സമയം തന്നെ ആനന്ദി വീട്ടിന് പുറത്തു നിൽക്കുന്നത് ഭാസ്കരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ തന്നെ സെൽവി ഭാസ്കരനോട് ചോദിക്കും, കുറച്ച് ദിവസങ്ങളായിട്ട് ചേച്ചി എപ്പോഴും പുറത്തു കാണാമല്ലോ, ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നതെന്നും സെൽവി പറയുന്നു. അത് എങ്ങനെയൊക്കെയോ പറഞ്ഞൊഴിവാക്കിയിട്ടാണ് ഭാസ്കരൻ വീട്ടിലേക്ക് എത്തുന്നതും. അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കോൺസ്റ്റബിൾ അവിടേക്ക് എത്തും. ഈ കോൺസ്റ്റബിളിന്റെ അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുക്കുന്നത് ഭാസ്കരനായിരുന്നു. അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല, ഒന്ന് വീട്ടിൽ വന്ന് നോക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് കഴിയില്ല എന്നും ഭാസ്കരൻ ഒഴിഞ്ഞു മാറുവാനായി ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നും കോൺസ്റ്റബിൾ ചോദിക്കുന്നു. അയ്യോ വേണ്ട, ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്നും ഭാസ്കരൻ പറയുന്നു. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അമ്മയെ നോക്കുവാനായിട്ട് വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലോ സ്റ്റേഷനിൽ നടക്കുന്ന മേരിയുടെ ആ ഒരു കേസിനെ പറ്റിയൊക്കെ തന്റെ ഭാര്യയോട് പറയുന്നതെല്ലാം ഭാസ്കരനാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയവും ആനന്ദി വീടിന് പുറത്ത് നിൽക്കുന്നതായിട്ട് ഭാസ്കരൻ കാണും. ദേഷ്യം വന്ന ഭാസ്കരൻ ഉടനെ തന്നെ ആനന്ദിക്കടുത്തെത്തിയിട്ട്, നീ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ആളുകൾക്ക് സംശയം തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വീടിനകത്തിരിക്കാൻ പേടിയാ, അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്നതെന്നും ആനന്ദി പറയുന്നു. എനിക്കും അതുപോലെ തന്നെ പേടിയുണ്ട്, പക്ഷേ ഈ സിറ്റുവേഷൻ നമ്മൾ മറികടന്നേ പറ്റൂ. കാരണം നമ്മുടെ കൊച്ചുമകന്റെ ഓപ്പറേഷൻ നടക്കാനുള്ളതല്ലേ, അതുവരെ എങ്ങനെയെങ്കിലും നമ്മളിതെല്ലാം സഹിച്ചേ പറ്റുമെന്നും ഭാസ്കരൻ പറയുന്നു. അതേസമയമായിരുന്നു കളിച്ചുകൊണ്ടു നിന്ന കൊച്ചുമകൻ തലകറങ്ങി വീഴുന്നതും. ടാബ്ലറ്റ് കൊടുത്ത സമയത്താണ് ആ കുട്ടിയൊന്ന് നേരെയായത്. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണമെന്നും ഭാസ്കരൻ ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് എസ്തറിനെ കാണുവാനായിട്ട് പവിത്രയുടെ അച്ഛനും അമ്മയും വരും.
അവർ പറയുന്നത്, ഞങ്ങളുടെ മകളെ കാണാതായ സമയത്ത് ഈ നാട്ടുകാരൊക്കെ കുട്ടിയെക്കുറിച്ച് മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും ഞങ്ങളതൊന്നും ചെവിക്കൊണ്ടില്ല. ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ പോലീസിന് ഒരുപാട് പ്രഷർ കൊടുത്തുകൊണ്ടേയിരുന്നു. രണ്ടാമതൊരു കുട്ടി കൂടി കാണാതായപ്പോൾ ആ കുട്ടിയെക്കുറിച്ചും നാട്ടുകാർ മോശം പറഞ്ഞു. അതൊന്നും സഹിക്കാനാകാതെ അതിൻ്റെ അച്ഛനും അമ്മയും നാടുവിട്ട് തന്നെ പോയി. പക്ഷേ ഞങ്ങൾക്കങ്ങനെ പോകാൻ കഴിയില്ല. ഞങ്ങളുടെ മകളെ കണ്ടെത്തിയേ പറ്റൂ. അവൾ എവിടെയോ ജീവനോടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പോലീസിന് പ്രഷർ കൊടുത്തുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. കുഞ്ഞിനെ കിട്ടുന്നതുവരെ നിങ്ങൾ ഈ ഒരു കേസിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയേ പറ്റുമെന്നും പവിത്രയുടെ അച്ഛനും അമ്മയും പറയും. അതനുസരിച്ച് എസ്തർ ആണെങ്കിൽ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ ഗൗതമുണ്ട്. ഗൗതമിനോട് മേരിയുടെ കേസിനെ പറ്റിയൊക്കെ അന്വേഷിക്കും. ഗൗതം പറയുന്നത് എത്രയും വേഗം മേരിയെ ഞങ്ങൾ കണ്ടെത്തി തരും. അതുവരെ സമാധാനമായിട്ട് വീട്ടിൽ പോകുവാനായിട്ടും എസ്തറിനോട് പറയുന്നു. അങ്ങനെ എസ്തർ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എസ്തറിനെ കാത്ത് അവിടെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. നീ എന്താ നിന്റെ മകളെ നന്നായിട്ട് നോക്കാത്തത്? എന്തിനാ കുട്ടിയെ രാത്രി ഒറ്റയ്ക്ക് വരുവാനായും പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അമ്മ ചോദിക്കുമ്പോഴോ, നിങ്ങൾ നിങ്ങളുടെ മകളുടെ കാര്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ടോ? ആദ്യം അത് ചെയ്, എന്നിട്ട് എന്നോട് സംസാരിക്കാൻ വാ എന്നും എസ്തർ പറയുന്നു. അച്ഛനെയും അമ്മയും ഒരുപാട് വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. എസ്തറിനും അച്ഛനും അമ്മയ്ക്കുമിടയിൽ എന്താണ് പ്രശ്നമെന്ന് അറിയത്തേയില്ല. അതേസമയം തന്നെ ഭാസ്കറിന് കോൾ വരും. വിളിച്ച ആൾ പറയുന്നത് 3 ദിവസത്തിനകം റിട്ടയർമെന്റ് ഫണ്ട് വരുമെന്നാണ്. അതറിഞ്ഞ ഭാസ്കരൻ ഉടനെ തന്നെ ആനന്ദിയോട് പറയുന്നുണ്ട്, 3 ദിവസം കൂടി മാത്രം നമ്മളിത് സഹിച്ചാൽ മതി. അത് കഴിഞ്ഞ് എത്രയും വേഗം കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്തണം. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാമെന്നും ഭാസ്കരനാണെങ്കിലോ ആനന്ദിയോട് പറയും. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വെള്ളം അവിടേക്ക് ഒഴുകി വരുന്നതും. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണെന്ന് നോക്കി ചെല്ലുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വരുന്നതാ. ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയിരിക്കുന്നു. അയ്യോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെഡ് ബോഡി അഴുകി സ്മെല്ല് വരുമല്ലോ. ഇനി എന്ത് ചെയ്യുമെന്നും അവർ ചിന്തിച്ചു നിൽക്കും. ഉടനെ തന്നെ ഭാസ്കരനാണെങ്കിൽ ഫ്രിഡ്ജ് റെഡിയാക്കുന്ന ഒരാളിനെ വിളിക്കും. 5 മിനിറ്റിനകം വരുമെന്നും ആ പയ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെ വെപ്രാളപ്പെട്ട ഡെഡ് ബോഡി കിച്ചണിലെ ഷെയ്ഡിൽ കൊണ്ടുവന്ന് വെക്കും. അതേസമയമായിരുന്നു ഫ്രിഡ്ജ് റെഡിയാക്കുവാനുള്ള പയ്യൻ വന്നതും. അവനെ അകത്തേക്ക് കയറ്റാതെ വീടിന് വാതിൽക്കലേക്ക് ഫ്രിഡ്ജ് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണ് ഭാസ്കരൻ. ആ പയ്യന് എന്തൊക്കെയോ സംശയം തോന്നും. എന്നാലും അവൻ ഫ്രിഡ്ജ് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് കംപ്രസർ പോയതാണെന്നും 2 ദിവസത്തിനകം വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാമെന്നും അവൻ പറയുന്നു. 2 ദിവസമോ? അതൊന്നും പറ്റില്ല, ഇന്ന് തന്നെ റെഡിയാക്കണമെന്നും ഭാസ്കരൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടെ വാ, ഞാൻ വാങ്ങി തരാമെന്നും ആ പയ്യൻ പറയുന്നു. പക്ഷേ തന്റെ ഭാര്യയെ വിട്ടിട്ട് എങ്ങനെ പോകാനെന്ന ചിന്തയായിരുന്നു ഭാസ്കരന്. പുറത്തൊന്നും ഇറങ്ങി നിന്ന് ആർക്കും സംശയമൊന്നും തോന്നിപ്പിക്കരുതെന്ന് പ്രത്യേകം ആനന്ദിയോട് പറഞ്ഞിട്ടാണ് ഭാസ്കരൻ അവിടെ നിന്ന് പോകുന്നതും. ഭാസ്കരൻ പോയി കുറച്ചു കഴിഞ്ഞതും അവിടേക്ക് എസ്തർ വരുന്നു. ചേച്ചി, എന്റെ മകളെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യല്ലോ. അവൾ ജീവനോടെയുണ്ടോ? ഞാനിനി എങ്ങനെയാ മനസമാധാനത്തോടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അടുക്കളയുടെ അടുത്ത് പോയിട്ടിരിക്കും. അതിന് മുകളിലായിട്ടാണ് ആ ഒരു ഷെയ്ഡ് ഉള്ളതും. ഷെയ്ഡിലാണ് മേരിയുടെ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നതും. എന്നാൽ ഡെഡ് ബോഡിയാണെങ്കിൽ തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുവാനായും തുടങ്ങി. അത് പതിയെ പതിയെ എസ്തറിന്റെ ദേഹത്തേക്കും വീഴുന്നുണ്ട്. ആനന്ദിയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. ആനന്ദിക്ക് വല്ലാത്ത വെപ്രാളവും. നീ ഇവിടെ നിന്ന് എഴുന്നേൽക്ക്, നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിരിക്കാമെന്ന് പറയുന്നെങ്കിലും എസ്തർ കേൾക്കുന്നതേയില്ല. എസ്തർ ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരിക്കും. ആനന്ദിയാണെങ്കിലോ എങ്ങനെയൊക്കെയോ ആ ഒരു സിറ്റുവേഷൻ മറികടക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. എസ്തറിന്റെ കണ്ണ് തെറ്റി അവൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മേരിയുടെ ഡെഡ് ബോഡി കാണും. അതോടുകൂടി പണി പാളുമെന്നും ആനന്ദിക്ക് മനസ്സിലായി. അതേസമയമായിരുന്നു കംപ്രസർ വാങ്ങി വീട്ടിലേക്ക് ഭാസ്കർ വരുന്നതും. ഭാസ്കറിനെ കണ്ടതും എസ്തർ ഭാസ്കറിനടുത്തെത്തിയിട്ട്, മേരിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല, പോലീസുകാർ എന്തെങ്കിലും കണ്ടെത്തി തരുമോ എന്നൊക്കെ പറഞ്ഞ് എസ്തർ പൊട്ടിക്കരയുന്നു. ഭാസ്കർ ആണെങ്കിലോ എസ്തറിനെ സമാധാനിപ്പിച്ച് വീട്ടിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. ആനന്ദിയും ഭാസ്കറും പേടിച്ചാണ് വീട്ടിൽ നിൽക്കുന്നതും. മറ്റൊരു വശത്ത് സ്റ്റേഷനിലുള്ള കോൺസ്റ്റബിൾ ആണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ കാരണം തല കറങ്ങി വീഴുന്നു. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഗൗതമായിരുന്നു. എത്രയും വേഗം ബ്ലഡ് എത്തിക്കണമെന്നും ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ബ്ലഡ് കിട്ടുന്ന കാര്യം അന്വേഷിക്കുകയായിരുന്നു ഗൗതം. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നഴ്സ് ഇതുവരെയും ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് കൊടുത്തവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കൊടുക്കുന്നു. ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കുന്ന സമയത്തായിരുന്നു ഭാസ്കറിന്റെ പേര് കാണുന്നതും ബ്ലഡ് കൊടുത്ത ഡേറ്റും കാണുന്നുണ്ട്. അന്ന് ചെറുമകനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിക്ക് ഭാസ്കരൻ ബ്ലഡ് കൊടുത്തിരുന്നു. ഡേറ്റ് കണ്ടാണ് ഗൗതം ഞെട്ടി നിൽക്കുന്നതും. എന്തെന്നാൽ അന്ന് ആ ഒരു സോളമൻ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ് ഭാസ്കരൻ ബ്ലഡ് കൊടുത്തിരിക്കുന്നതും. അന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നത് സോളമൻ മരിച്ച ദിവസം താൻ മദ്യപിച്ചിരുന്നു എന്നല്ലേ. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലാതെ ബ്ലഡ് കൊടുക്കാനും കഴിയില്ലല്ലോ. എന്തൊക്കെയോ ദുരൂഹതകൾ ഗൗതമിന് മണക്കുന്നു. ഗൗതം ഉടനെ തന്നെ ഭാസ്കറിനെ കാണുവാനേയും എത്തും.
എന്നാൽ ഭാസ്കരനാണെങ്കിൽ ഗൗതമിനെ അകത്തേക്ക് കടക്കുവാൻ സമ്മതിക്കാതെ പുറത്തു നിർത്തി സംസാരിക്കുവാനായി ശ്രമിക്കുമെങ്കിലും ഗൗതം അകത്തേക്ക് തന്നെ ഇടിച്ചു കയറിപ്പോകും. ഭാസ്കരനോട് ഓരോ കാര്യങ്ങളൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോൺസ്റ്റബിളിന് ബ്ലഡ് ആവശ്യമാ. നിങ്ങളുടെ അടുത്ത് വന്നാൽ ബ്ലഡ് കിട്ടുമല്ലോ. കാരണം നിങ്ങൾ എല്ലാ ദിവസവും രാത്രി മദ്യപിക്കുമെങ്കിലും നിങ്ങൾ മദ്യപിച്ചാലും ബ്ലഡ് കൊടുക്കുമല്ലോ. നിങ്ങളുടെ ബ്ലഡിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ കളിയാക്കിയാണ് സംസാരിക്കുന്നതും. ഭാസ്കരനാണെങ്കിലോ അതിനൊന്നും മറുപടി കൊടുക്കുന്നതേയില്ല. അതേസമയമായിരുന്നു കത്തിക്കുവാനായി കൊണ്ടുവച്ചിരുന്ന സാധനങ്ങളെല്ലാം ഗൗതം കാണുന്നതും. അതെല്ലാം എന്തെന്ന് ചോദിക്കുവാനായിട്ട് ഗൗതം വരുന്ന സമയത്തായിരുന്നു ഭാസ്കരന്റെ കൊച്ചുമകനാണെങ്കിൽ തല കറങ്ങി വീഴുന്നതും. ഉടനെ തന്നെ ഭാസ്കരൻ മകനെ കയ്യിലെടുക്കും. എത്രയും വേഗം കൊച്ചുമകനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. കൊച്ചുമകൻ ബോധം കെട്ട് വീഴുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു ചെയർ കൊച്ചുമകൻ തള്ളി മാറ്റിയിരുന്നു. ആ ചെയർ താഴെ വന്ന് വീണ് കിടക്കുന്നത് ഗൗതം ശ്രദ്ധിക്കും. ആ ഒരു ചെയറിനടിയിലായിട്ട് രക്തക്കറ പറ്റിയിരിക്കുന്നത് ഗൗതം കണ്ടു. എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്ന് ഗൗതമിന് മനസ്സിലായി. അതോടെ ഗൗതമിന് ഭാസ്കരനെ സംശയമായി. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നീട് എന്തായി, യഥാർത്ഥ പ്രതി ആരാണെന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.